വാരണാസിക്ക് വേറൊരു ഫിലോസഫിക്കൽ ഒരു തലമുള്ള അത് കാണാൻ കഴിയുന്ന ഒരാൾക്ക് നിങ്ങളവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വളരെ ശാസ്ത്രീയമായിട്ട് ഒരു മൃതദേഹം പോലും ഒരിടത്ത് കണ്ടാൽ, ഒരു നദിയിലൊരു മൃതദേഹം കണ്ടാൽ നമ്മുടെ പോലീസ് അവിടെ ഉണ്ടാവും, അതൊരു അന്വേഷണമാകും, വാർത്തയാകും, അവിടെ പലവിധ കാര്യങ്ങളാകും. ആ മൃതദേഹം ആരുടേതെന്നും എന്തുകൊണ്ട് അവിടെ മൃതദേഹം വന്നു എന്നും കണ്ടുപിടിക്കുന്നിടം വരെ നമ്മൾ ഉറങ്ങില്ല അല്ലേ? സമൂഹം പോലും അതിൻ്റെ പുറകെ നിൽക്കും. അവിടെ അങ്ങനെയല്ല. നിങ്ങൾ വാരണാസിയിൽ ചെന്നാൽ ചിലപ്പോൾ ഗംഗയിൽ കൂടെ പല മൃതദേഹങ്ങളും ഒഴുകുന്ന കാണാം, ആർക്കും വേണ്ടാതെ. എവിടെയോ ഗംഗയിൽ കൊണ്ടുവന്ന് സമാധിയായ ആളുകളാവാം, അതല്ലെങ്കിൽ ആരെങ്കിലും തല്ലിക്കൊന്നിട്ടതാവാം. ഇതൊന്നും നമുക്ക് തിരിച്ചറിയാൻ വഴിയില്ലല്ലോ. അപ്പോൾ നമ്മൾ കാണുന്ന ജീവിതക്രമങ്ങളും അച്ചടക്കവും അല്ലെങ്കിൽ ജീവിത വീക്ഷണവും ഒന്നും അല്ലാത്തൊരു ലോകം കാണാം. ചിതകൾ ഇങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന കാണാം. ആളുകളൊരു ചടങ്ങ് തീർക്കുന്ന പോലെ ഒരു 4-5 പേര് കൂടി അവരുടെ മാതാപിതാക്കളുടെ ആയിരിക്കാം, സഹോദരങ്ങളുടെ ആയിരിക്കും ഒരു മൃതദേഹം കൊണ്ടുവരുന്നു. ഇവിടെ കൊണ്ടുവന്ന് കുറേ എന്തൊക്കെയോ ചടങ്ങുകൾ ചെയ്യുന്നു, മൃതദേഹം കൂടി ഏൽപ്പിക്കുന്നു, കുറേ കത്തുന്നു, ബന്ധുക്കളും പോകുന്നു. അവർ പോയ ഉടനെ ഈ പകുതി കത്തിയതോ 3/4 കത്തിയതോ എടുത്ത് ആറ്റിലേക്ക് തട്ടുന്നു, ആ വിറകിൻ്റെ ബാക്കി എടുത്ത് അടുത്തയാക്കുള്ള ചെയ്ത് ഒരുക്കുന്നു. ഇതും നിങ്ങൾക്ക് കാണാം. മനസ്സിലായില്ലേ? അപ്പം നിരവധി ഘട്ടുകളിൽ ഇങ്ങനെ ഒരേ സമയം ഇത് പോവുകയാണ്. അപ്പോൾ അതുകൂടാതെ നമ്മൾ ഈ വാരണാസിയുടെ ഉൾത്തെരുവുകളിലൂടെ നടന്നാൽ മക്കൾ ഇവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ട് പോയ ധാരാളം കാർന്നോന്മാരെ കാണാൻ പറ്റും. അവിടെ വെച്ച് മരിക്കണമെന്ന ആഗ്രഹത്തോടെ അവിടെ തങ്ങുന്നവരെയും കാണാൻ പറ്റും. മനസ്സിലായില്ലേ? നമുക്കൊരു തീർത്ഥാടനത്തിന് പോകാമെന്ന് പറഞ്ഞ് മാതാപിതാക്കളുമായിട്ട് വന്ന്, അമ്മയുമായിട്ട് വൃദ്ധയായ അമ്മയായിരിക്കാം, ചിലപ്പോൾ വൃദ്ധയായ അച്ഛനാവാം, അവരിവിടെ കൊണ്ടുവന്നിട്ട് മക്കൾ മുങ്ങിക്കളയുന്ന ജീവിതങ്ങളെ കാണാം അവിടെ. ഇങ്ങനെ നിങ്ങളവിടെ ചെന്ന് കഴിഞ്ഞാൽ, നിങ്ങൾ വാരണാസിയെ ഇങ്ങനെ അടുത്തറിയാൻ, എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ വേറൊരു ലോകമാണ്. ഒരു 25 സിനിമയ്ക്കുള്ള കഥകൾ കിട്ടും അവിടെ, കാഴ്ചകൾ കിട്ടും നിങ്ങൾക്ക് അവിടെ. ഒപ്പം ആത്മീയതയുടെ വേറൊരു തലം നിങ്ങൾക്ക് മനസ്സിലാവും. വാരണാസി ഞാൻ 2-3 തവണ പോയിട്ടുള്ള സ്ഥലമാണ്. ഞാനിങ്ങനെ അവിടെ ഷൂട്ട് ചെയ്യുന്നതിനേക്കാൾ ഇങ്ങനെ ധ്യാനിച്ച് ഇതിനെക്കുറിച്ച് ചിന്തിച്ച് മനുഷ്യരെ നിരീക്ഷിച്ച് നടക്കുന്നത് എനിക്കിഷ്ടം. അവിടെ സ്പിറ്റി വാലി ഞാൻ പോയിട്ടില്ല. ഓക്കെ. ഞാൻ മാനാ വില്ലേജ് എന്ന് പറഞ്ഞ എന്താണ് ആ സ്ഥലത്തിൻ്റെ പേര്? ഹിമാചലിലാണോ? ഋഷികേശ് ബദരീനാഥിന് അപ്പുറത്ത് ഇന്ത്യയുടെ ഒരു അതിർത്തി ഗ്രാമമുണ്ട്, മാന വില്ലേജ് എന്ന് പറയും, മാന ഗ്രാമം. അവിടം വരെയാണ് ഞാൻ വടക്കോട്ട് ടിബറ്റിൻ്റെ അതിര് വരെ ഇന്ത്യക്കകത്തൂടെ പോയിട്ടുള്ളത്. പഞ്ചാബ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ നമ്മളെവിടെ നോക്കിയാലും ഈ ഗോതമ്പ് പാടങ്ങൾ, കൃഷിയിടങ്ങൾ ഒക്കെ കാണുന്ന സ്ഥലം. പഞ്ചാബിലെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം അമൃത്സറാണ്. അതിൽ ഏറ്റവും നമ്മളെ ആകർഷിക്കുന്നത് സുവർണക്ഷേത്രമാണ്. കാരണം ഇന്ത്യയിൽ നമുക്കറിയാം, ഇപ്പം പുതിയ ക്ഷേത്രങ്ങളൊക്കെ വരുമ്പോൾ അതിന് ആ ശൈലിയുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് അക്ഷർധാം പോലുള്ള ക്ഷേത്രങ്ങളൊക്കെ പ്രൊഫഷണലാണ്, വൃത്തിയാണ്, ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ക്ഷേത്ര നഗരം തന്നെ ഏറ്റവും ഭംഗിയായിട്ട് സംരക്ഷിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും സുവർണക്ഷേത്രമാണ്. നമ്മുടെ എല്ലാ ആരാധനാലയങ്ങൾക്കും മാതൃകയാക്കാവുന്നൊരു സ്ഥാനമാണ്. വൃത്തി, ഏത് നേരവും ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കും. അതിഗംഭീരമായ ആംബിയൻസ്, നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. കൂടാതെ അവിടെ വരുന്ന എത്ര തീർത്ഥാടകരുണ്ടെങ്കിൽ അവർക്കെല്ലാം 3 നേരം ഭക്ഷണം. ആയിരക്കണക്കിന് ആളുകൾക്ക് എല്ലാ ദിവസവും 3 നേരം ഭക്ഷണം. അതെല്ലാം നല്ല ചിട്ടയോടെ, ക്രമത്തിൽ. ആർക്കും ഭക്ഷണം കിട്ടാതെ വരുന്നില്ല, ആർക്കും ഒന്നും തികയാതെ വരുന്നില്ല. അവിടെ പ്ലേറ്റുകൾ വരുന്നു, വിളമ്പുന്നു, പ്ലേറ്റ് മാറുന്നു, അത് ക്ലീൻ ചെയ്യുന്നു, പാചക ഒരു വശം നടക്കുന്നു. ഇതെല്ലാം അവിടുത്തെ ഭക്തർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആരാണിത് നയിക്കുന്നതെന്ന് പോലും നമുക്കറിയത്തില്ലാതെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കും. നമ്മളെ ഇമ്പ്രസ് ചെയ്യുന്നൊരു സ്ഥലമാണ് ഈ സുവർണക്ഷേത്രം. ഇനി അവസാനമായിട്ട് സാറിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു നഗരം ഇന്ത്യയിൽ ഏറ്റവും പ്രിയപ്പെട്ട നഗരമെന്ന് ഞാൻ ഇനിയും അത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓരോ നഗരത്തിലും ചെല്ലുമ്പോൾ ചില ഭാഗങ്ങൾ എന്നെ ഇഷ്ടപ്പെടുത്തും. ഇപ്പോൾ എനിക്ക് വിശാഖപട്ടണം ഞാൻ ഒരിക്കൽ പോയപ്പോൾ എനിക്ക് തോന്നി വളരെ രസമുള്ളൊരു പട്ടണമാണല്ലോ. വിശാഖപട്ടണത്തിന് ഒന്ന് നല്ല കടൽത്തീരമുണ്ട്, നല്ല സുന്ദരമായ സ്ഥലമാണ്. എനിക്ക് ഈ കടൽത്തീരങ്ങളും വൃത്തിയുള്ള കടൽത്തീരങ്ങളുള്ള സ്ഥലങ്ങൾ ഇഷ്ടമാണ്. നമ്മുടെ പല നഗരങ്ങൾക്കും കടൽത്തീരങ്ങളുണ്ടെങ്കിലും വൃത്തിയില്ല. ഈ അഴുക്കെല്ലാം ചെന്ന് കടലിലേക്കായിരിക്കുമല്ലോ ചെല്ലുക. പക്ഷേ കുറച്ചുകൂടെ വൃത്തിയുള്ള സുന്ദരമായ കടൽത്തീരങ്ങളാണ് വിശാഖപട്ടണം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ അതിനേക്കാൾ നല്ല സ്ഥലങ്ങൾ പിന്നെ പണ്ട് ഞാൻ പോകുമ്പോൾ എനിക്ക് ഗോവയൊക്കെ ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഇത്രയും വെറുക്കുന്നൊരു സ്ഥലം വേറെ ഇല്ലാതായി. വൃത്തികേടും എന്തിനാണ് ടൂറിസ്റ്റുകൾ ഗോവയ്ക്ക് പോകുന്നത് എനിക്കിപ്പോൾ അത്ഭുതമാണ്. കാരണം നമ്മളെ വിഷ്വലി അല്ലെങ്കിൽ പ്രകടമായി ഇമ്പ്രസ് ചെയ്യുന്ന
ഒന്നും തന്നെ അവിടെ ഇല്ല. പിന്നെയുള്ളത് നമുക്ക് കാണാൻ കഴിയാത്ത ചില സന്തോഷങ്ങൾ അവിടെ ഇവിടെ കിട്ടുന്നുണ്ടാവാം. അതായിരിക്കും ഇപ്പോൾ ആളുകളെ അങ്ങോട്ട് ആകർഷിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പം സർ ഒരുപാട് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് എല്ലാം ട്രാവൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ ഇപ്പോൾ കേരളം എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഡെവലപ്പായി വരുവാണെന്നാണ് പറയുന്നത്. എന്നിരുന്നാൽ കൂടിയിട്ടും നമ്മുടെ നാട്ടിൽ വളരെ ഡെവലപ്ഡ് ആയി എന്ന് തോന്നുന്ന ഒരു എന്താ പറയുക ഫീച്ചർ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ എന്തായിരിക്കും സാറിന് എന്താ തോന്നുന്നത്? ഡെവലപ്ഡ് ആയി എന്ന് പറയാറായിട്ടില്ലെങ്കിലും ഡെവലപ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ലോക നിലവാരത്തിൻ്റെ ചില സൂചനകൾ പലയിടത്തും കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കൊച്ചി മെട്രോ അത് മെയിൻറ്റെയിൻ ചെയ്ത് ഇനിയും വൃത്തിയായിട്ട് വേണം. ആദ്യത്തെ ഒരു ശുഷ്കാന്തി ഒന്നും ഇപ്പോൾ ഇല്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും കൊച്ചി മെട്രോ, വാട്ടർ മെട്രോ, നമ്മുടെ തിരുവനന്തപുരത്തെ ടെക്നോ പാർക്ക്, പിന്നെ ഈ പലപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ഈ ഊരാളുങ്കൽ. ഈ ഊരാളുങ്കലിൻ്റെ ഒരു കൾച്ചറൽ സെൻറ്റർ തിരുവനന്തപുരത്തുണ്ട്, ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ്. അതിമനോഹരമായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ അവർ ചെയ്യുന്ന ഇത്തരം ചില സാധനങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പ്രൊഫഷണലി മാനേജർ, അത് കോഴിക്കോട്, അതുപോലെ തന്നെ നമ്മുടെ പഴയ കുഞ്ഞാലിമരക്കാരുടെ ആ സ്ഥലത്ത് ഗംഭീരമായ ഒരു 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 ആർട്ട് വില്ലേജ് ഉണ്ട്. ഇങ്ങനെ ചില സ്ഥലങ്ങൾ വളരെ ഗംഭീരമായിട്ട് ഒരു ലോക നിലവാരത്തിൽ നിർമ്മിക്കുകയോ മെയിൻറ്റെയിൻ ചെയ്യുകയോ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിനെ മാതൃകയാക്കിയാൽ മതി ബാക്കി സ്ഥലങ്ങളൂടെ. ഇത്തരം സ്ഥലങ്ങളുണ്ടല്ലോ. ഈ ടെക്നോ പാർക്കൊക്കെ എനിക്ക് തോന്നുന്നത് ആ ഭാഗത്തൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഒരു വേൾഡ് ക്ലാസ് ഒരു ആംബിയൻസിലേക്ക് ആ കഴക്കൂട്ടം കഴിഞ്ഞുള്ള ആ ഭാഗമൊക്കെ പയ്യെ മാറി വരുന്നുണ്ട്. നമ്മൾ ഒരു കൊറിയൻ പട്ടണങ്ങളിലൂടെ സഞ്ചരിക്കുകയാണെന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നും. കൊൽക്കത്ത ഞാൻ പോയതാണ്. പക്ഷേ കൊൽക്കത്ത എനിക്ക് ഒട്ടും ഒരു പോസിറ്റീവ് എനർജി തന്ന സിറ്റി അല്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് മാത്രം ഉണ്ടായ ഒരു ഫീലാണെന്ന് അറിയത്തില്ല. ഒരു നരച്ച, ഒരു മുഷിഞ്ഞ നിറവും, ഒരു ഇരുണ്ട തെരുവുകളും ഇരുണ്ട കാഴ്ചകളും, ആർക്കും വേണ്ടാതെ ആർക്കോ വേണ്ടി ഓടുന്ന കുറേ ട്രാമുകളും, ഒരു വൃത്തിയുമില്ലാതെ ഒരു ഭംഗിയില്ലാത്ത, ലോകത്ത് ഇത്രയും വൃത്തികെട്ട ട്രാം എന്ന് പറഞ്ഞൊരു ഗതാഗത സംവിധാനം ലോകത്തോരടുത്ത് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ചില ജ്വൽസ് അതിനകത്തുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അവിടുത്തെ എന്താണ് വിക്ടോറിയ, ഈ ബ്രിട്ടീഷുകാർ പണിത ചില സാധനങ്ങൾ ഇപ്പോഴും അതിനെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത്. പിന്നെ ഹൗറ ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു അത്ഭുതം. ആ ഹൗറ ബ്രിഡ്ജ് അങ്ങ് ഇറങ്ങി വരുന്നത് പക്ഷേ ഈ ഹ്യൂബ്ലി നദിയുടെ തീരത്തേക്ക് എന്ന് പറഞ്ഞാൽ പൂട്ടിയിട്ട പാടം പോലെയാണ് കിടക്കുന്ന നദീതീരം. ചെളി, കറുത്ത കട്ട പിടിച്ച ചെളി. ഇതിനകത്ത് പൂജ അർപ്പിക്കാൻ പൂജാരിമാർ പോകുന്നുണ്ട്. ഈ ചെളിക്കകത്തൂടെ ഇങ്ങനെ നീന്തി പോയിട്ട് അങ്ങേറ്റത്ത് പോയി വെച്ചിട്ട് ആ വെള്ളം കോരി ഇങ്ങനെ. അപ്പം ഞാൻ പറയുന്നത്, നമ്മുടെ ഈ ചിന്തകൾ, പുണ്യം, തീർത്ഥം എന്നൊക്കെ പറയുന്നത് ഈ ചെളിവെള്ളമാണോ? ഒരിക്കലും അല്ല. അതുകൊണ്ട് ഇവര് കർമ്മങ്ങൾ ചെയ്യുന്നൊക്കെ കാണുന്ന വിഷ്വൽസ് എൻ്റെ കയ്യിലുണ്ട്. ഞാനത് ഷൂട്ട് ചെയ്ത് ഞാൻ അത്ഭുതപ്പെട്ടു. ഇതിനകത്ത് എങ്ങനെ ഇവർക്ക് അപ്പൊ സ്ഥിരം ഇതിനകത്ത് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഇതൊക്കെ അറപ്പില്ലാതാകുന്നതായിരിക്കാം. മുട്ടോളം ചെളിയിലാണ് ഈ നദീതീരം മുഴുവൻ പല സമയത്തും. അപ്പം എന്നെ ഒട്ടും ഇംപ്രസ് ചെയ്തൊരു നഗരമല്ല കൽക്കട്ട. കൽക്കട്ടയുടെ ചരിത്രം എന്നെ ഇംപ്രസ് ചെയ്യുന്നുണ്ട്. അവിടെ ജീവിച്ച ആളുകൾ എന്നെ ഇംപ്രസ് ചെയ്യുന്നുണ്ട്. സുഭാഷ് ചന്ദ്രബോസ് മുതൽ മദർ തെരേസ വരെ, അല്ലെങ്കിൽ ജ്യോതിബാസു മുതൽ ഇവർ വരെ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വരെ ഉള്ള ആളുകളുടെ ഒക്കെ ജീവിതം എനിക്കറിയാം. അവർ ജീവിച്ച തെരുവുകൾ എനിക്കറിയാം. അതുപോലെ തന്നെ പല ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ ഉള്ള സ്ഥലങ്ങൾ എനിക്കറിയാം. അവിടുത്തെ തെരുവ് ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഒരു പുരോഗതി നമ്മുടെ കണ്ണിൽ കാണാത്ത, അല്ലെങ്കിൽ പൂട്ടിപ്പോയ പ്രസ്ഥാനങ്ങളുടെ ഒരു നഗരം എന്ന് ചോദിച്ചാൽ കൽക്കട്ടയല്ലേ. ഞാൻ അംബാസഡറിന്റെ പൂട്ടിപ്പോയ ഫാക്ടറി പോയിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ ഒരു ശവപ്പറമ്പ് പോലെ കിടക്കുക, പഴയ ഒരു ശ്മശാനം പോലെ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 70കളിലും 80കളിലും ഒരു അംബാസഡർ കാർ കിട്ടാൻ വേണ്ടി നമ്മൾ ബുക്ക് ചെയ്തിട്ട് കാത്തിരിക്കുമായിരുന്നു. കൽക്കട്ടയിൽ പോയി അംബാസഡർ കാർ എടുത്തുകൊണ്ട് വന്ന ആളുകൾ മരങ്ങാട്ടുള്ളിയിലുണ്ട്. കാറിന്റെ അതിന്റെ ടേൺ ആകുമ്പോൾ അവിടെ പോയി എടുത്തുകൊണ്ട് ഇവിടം വരെ ഓടിച്ചു വരുന്നവര്. ആ അംബാസഡർ കമ്പനി പൂട്ടി കാട് പിടിച്ച് കിടക്കുന്നത് ഞാൻ പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പൂട്ടിപ്പോയ പ്രസ്ഥാനങ്ങളുടെ ഒരു നഗരമാണ് കൽക്കട്ട, പൂട്ടിപ്പോയ പ്രത്യയശാസ്ത്രങ്ങളുടെയും.